തിങ്കളാഴ്ച അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അഞ്ചാം ഘട്ടത്തിൽ നമ്മൾ ആദ്യം മുതൽ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കുറവ് ലോക്സഭാ മണ്ഡലങ്ങൾ ആണ് അഞ്ചാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്നത്. 49 ലോക്സഭാ മണ്ഡലങ്ങൾ, അതായത് 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 695 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. നമുക്ക് അത് ഓരോ സ്റ്റേറ്റിലും എത്ര വീതം മണ്ഡലങ്ങളാണ് വിധി എഴുതുക എന്ന് നോക്കാം. ആദ്യം ബീഹാറിലാണ്. ബീഹാറിൽ ആകെ മണ്ഡലങ്ങളുടെ എണ്ണം 40. അതിൽ 5 മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ ബീഹാറിൽ വിധി എഴുതുന്നത്. നമ്മൾ അടുത്ത സംസ്ഥാനത്തേക്ക് പോവുകയാണ്. അടുത്ത സംസ്ഥാനം ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ ആകെയുള്ള മണ്ഡലങ്ങളുടെ എണ്ണം 14 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അവിടെ 3 തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കും. ഇനി അടുത്ത സംസ്ഥാനം നമ്മൾ പരിശോധിക്കുകയാണ്. മഹാരാഷ്ട്രയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അഞ്ചാം ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാകുന്നത്. 48 ലോക്സഭാ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ 13 തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 13 ഈ പറയും പോലെ ഏറെ നിർണായകമായിട്ടുള്ള അഭിമാന പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണ്. അടുത്ത സ്റ്റേറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഒഡീഷയാണ്. ഒഡീഷയിൽ 21 ലോക്സഭാ മണ്ഡലങ്ങൾ. അവിടെ 5 ഇടങ്ങളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും തിങ്കളാഴ്ച നടക്കും. ഇനി അടുത്ത സ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോൾ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലും ഈ പറഞ്ഞതുപോലെ തന്നെ 400 കടക്കുക എന്നുള്ള BJPയുടെ ലക്ഷ്യത്തിൽ, NDAയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനം ഉത്തർപ്രദേശിലെ 80 മണ്ഡലങ്ങൾ, 62 മണ്ഡലങ്ങളാണ് ഇപ്പോൾ കൈവശമുള്ളത്. അതൊക്കെ മറികടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ 14 മണ്ഡലങ്ങളിലാണ് ഉത്തർപ്രദേശിൽ അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഒരിടത്ത് മാത്രം, റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. ബാക്കി എല്ലാ സീറ്റുകളും BJPക്ക് സ്വന്തമാണ്. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 14. ഇനി അടുത്ത സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ 13 മണ്ഡലങ്ങളിലാണ്, 42 ലോക്സഭാ മണ്ഡലങ്ങളാകെ. അവിടെ 13 മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ അടുത്ത കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കശ്മീരിൽ ബാരമുള്ളയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒപ്പം തന്നെ അടുത്തത് ലഡാക്കിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതാണ് 6 സംസ്ഥാനങ്ങൾ, ഒപ്പം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ആകെ 49 ലോക്സഭാ മണ്ഡലങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിനായി വിധി എഴുതാൻ പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നൊക്കെയുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ്. അവകാശവാദങ്ങളും ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ.